സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് അനുവദിച്ചിട്ടില്ല, നിയമമാണ്, ഇസ്ലാമിലെ നിയമമാണ്. ഒരു കരയും വിളിക്കുകയും ചെയ്ത് അവിടെ ചേർന്ന് കുറിലേക്ക് ചെയ്യും, മനസ്സിലായി. അതുകൊണ്ട് ഖബർ സിയാറത്ത് അവർക്ക് അനുവദിച്ചില്ല എന്നുണ്ട്. പക്ഷേ അത് പുണ്യകർമ്മമല്ലാത്ത നിലയിൽ സ്ഥലങ്ങൾ കാണുന്നതിനിടയിൽ ഖബർ സന്ദർശിക്കും, അതിനവർക്ക് അവിടെ സൗകര്യം ചെയ്യും. മസ്ജിദ് നബവിയിൽ അതിന് ചില സമയ ക്രമീകരണമുണ്ട്, അവർക്ക് അവിടെ അത് കാണാൻ പറ്റില്ല. അതൊക്കെ ഒരു പുണ്യകർമ്മമായിട്ടല്ല. എന്തായാലും ഇത്രയും ദൂരത്തുനിന്ന് ഒരാളിന് മദീന പള്ളിയിൽ നബിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒന്ന് കാണാം എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഖബർ സന്ദർശിക്കുമ്പോൾ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹജ്ജ് ഉംറയുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഖബറിന് നേരെ തിരിയാനോ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. അവിടെയും കാണാം ചെല്ലുമ്പം അവിടെ നിൽക്കുന്ന ആളുകൾ തിരുത്തിയാലും കേൾക്കില്ല, മനസ്സിലായില്ലേ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഖബറിന് നേരെ തിരിയാനോ ഖബറിനടുത്ത് ഖുർആൻ പാരായണം നടത്താനോ പാടുള്ളതല്ല. ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട നിയമമാണ്. നമുക്ക് ഇവിടെയാണ് മുതൽ ഹജ്ജ് ക്ലാസ്സൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടോ, മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് പഠിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഈ പോയിന്റുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ മനസ്സിലാക്കാറുണ്ട്. ഖബറിൽ ഖുർആൻ പാരായണം ഇല്ല. ഖബറിൽ ഖുർആൻ പാരായണം അവരവർക്കുള്ള അതിന് വേറെ ഇബാദത്താണ്. ഖബറിൽ ഖുർആൻ പാരായണം, ഖബറിന് നേരെ നിന്ന് ദുആ ചെയ്യാൻ പാടില്ല. അവിടെ നബിയുടെ ഖബറുള്ള സ്ഥലത്ത് നബിയുടെ ഖബറിന് മൂട് തിരിഞ്ഞ് നിന്നാലേ ഖിബിലേക്ക് അഭിമുഖമാകും. നേരെയല്ല, തിരിഞ്ഞു നിന്നാലേ നബി ഖിബിലേക്ക് നേരെ. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിക്കണം. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അത് സാധാരണ ആളുകൾ മക്കയിൽ കഴിയുമ്പോൾ ധാരാളം ഉംറ ദിവസവും കാലത്തും വീട്ടും ചെയ്യാറുണ്ട്. ഞാൻ അതിൻ്റെ വിഷയത്തിലേക്ക് വരും പിന്നീട്, പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഉംറ, ലോക്കൽ ഉംറ ഇല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല. തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റെന്ന് പറയാനും പറ്റില്ല. ചില ആളുകൾ പല കൗലുകളിലുള്ള ആളുകൾ, പക്ഷേ ലോക്കൽ ഉംറയാണ്. ലോക്കൽ ഉംറ പരിഹരിച്ചിട്ടില്ല. പക്ഷേ ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് നമുക്ക് വീണ്ടും നമ്മൾ മക്കയിൽ വരികയാണ് എങ്കിൽ ഒരു ഉംറ കൂടി നമുക്ക് ചെയ്യാൻ അവസരം കിട്ടും. അത് നബി ആ അബിയാർ അലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അവിടെ ആ പള്ളിയിൽ എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഒരു ഉംറ കൂടി മദീന സന്ദർശനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരത്തെ ആണെങ്കിൽ ഹജ്ജിൻ്റെ നാളുകൾ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ മക്കയിലേ നിർത്തിയിരിക്കൂ. ഹജ്ജ് കഴിഞ്ഞിട്ടേ മദീനയെ കൊണ്ടുപോകും, പിന്നെ നിങ്ങളെ മക്കയിൽ കൊണ്ടുവരികയില്ല. അതിനെ അവിടെ നിന്നൊക്കെ കൊണ്ടുപോകേണ്ടി ചെയ്ത് നേരത്തെ പോകുന്ന ആളുകൾ, ഇപ്പോൾ ആദ്യമേ ഇപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ പോയി തുടങ്ങുന്നവരാണെങ്കിൽ നേരത്തെ മക്കയിലെത്തി ഉംറ നിർവഹിച്ച് അവിടെ കഴിയുന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മദീനയെ കൊണ്ടുപോകും. മദീനയെ കൊണ്ടുപോയിട്ട് അടുത്ത ഹജ്ജിൻ്റെ അടുത്ത വേളകളിൽ മിനയിലോ അതിനടുത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്, അസീസിയയിലൊക്കെ കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. ഒരുപാട് സ്ഥലമുണ്ട് മദീന പള്ളി എന്നുകൊണ്ട്, നല്ല നിരപ്പായി, നിലകളില്ല, ഒറ്റ നില, മറ്റേ നിലകളെ ഇല്ല. ആകപ്പാടെ നിലയുള്ള സ്ഥലം മദീന പള്ളിയിൽ ഒരു ലൈബ്രറി ഉണ്ട്, അത് മാത്രമേ മുകളിലുള്ളൂ. ബാക്കിയെല്ലാം ഒറ്റ തട്ടാണ്, ഒറ്റ നില, വലിയ വിശാലമായ പള്ളിയാണ്. ഇത് കാണുന്നതാണ് ബാബുസലാം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുള്ള ഭാഗത്തേക്ക് ഈ മദീന പള്ളിയിലെ ഇമാമ് നിൽക്കുന്ന മെഹ്റാബിൻ്റെ പിറകെ കൂടെ ഒരു വഴിയുണ്ട്. ഇങ്ങനെ ആൾ കടന്നുപോയി ബാബുസലാം എന്നാണ് ആ പറഞ്ഞിരിക്കുന്നത്. അതിലേ കടന്ന് പോകാൻ, അപ്പുറത്ത് പോകാൻ. വീണ്ടും മറുഭാഗത്ത് വരും. ആ പച്ചക്കുബ്ബ കാണുന്നതിൻ്റെ താഴെയാണ് നബിയുടെ ഖബറുള്ളത്. പക്ഷെ അതിൻ്റെ ആ ഭാഗത്തൂടെ കയറി ഇനി ഇപ്പുറത്ത് വരും. ഓരോ നിസ്കാര ശേഷവും ഭയങ്കര തിരക്കും വെള്ളവും ഇടിയാണ് അവിടെ. ഈ പോക്ക് ആളുകളാ അവിടെ നിന്ന് ഇങ്ങനെ ഓടി ഒന്ന് സ്ഥലം ഇങ്ങനെ പോകാൻ വേണ്ടി, മനസ്സിലായി. ഒരുപാട് തെറ്റിദ്ധരിച്ചൊരു വാക്കാണ് റൗള. എന്താണ് റൗള? റൗള എന്താണ്? ഒരുപാട് ആളുകൾ പാട്ടിൽ വരെയുണ്ട്, ഒരു ഗാനത്തിൽ തന്നെയുണ്ട്. പുണ്യ റൗള കണ്ണിന് കാട്ടിയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ള ഒരു പാട്ടാണ്, കേട്ടിട്ടുണ്ടാവുന്നത്. ആ റൗള ഏതാണ്? ആ റൗള ഖബറിനെയാണ് പറയുന്നത്. പക്ഷേ ഖബറല്ല റൗള, ഖബറല്ല റൗള. മാ ബൈന ബൈതി വ മിമ്പരി, എൻ്റെ വീടിനും എൻ്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലമാണ് റൗള. റൗളത്തും മിൻ റിയാദിൽ ജന്ന, പ്രവാചകന്റെ പ്രസംഗം കേട്ട ക്ലാസ് എടുത്ത സ്ഥലമാണ് റൗള എന്ന് പറയുന്നത്. വെള്ള ചുവരിൽ വെള്ള മാർക്ക് ചെയ്തിട്ടുണ്ട്, അടയാളപ്പെടുത്തിയേണ്ട. ഒരു മെഹ്റാബ് കാണേണ്ട, നബി നിസ്കരിച്ച സ്ഥലമെന്ന് പറഞ്ഞ് പിന്നീട് ഉണ്ടാക്കിയ മെഹ്റാബ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ഇപ്പുറത്തൊരു മെഹ്റാബ്, ഒരു മിമ്പറൊക്കെ ഉണ്ട്, വലുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ കോണിയൊക്കെ വെച്ച്. അത് പിന്നെ സുൽത്താൻ ഭരണാധികാരി ഉണ്ടാക്കിയാണ്. നബിയുടെ അല്ലെങ്കിൽ ആ സ്ഥലം ആ അടയാളപ്പെടുത്തി, അതാണ് റൗള എന്ന് പറയുന്നത്. പള്ളിയിലുള്ള സ്ഥലമാണ്, ഖബറല്ല.
മനസ്സിലായില്ലേ? ഖബറല്ല, അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് മാ ബൈന ബൈത്തി മിമ്പരി റൗള. ആ റൗള എന്ന് പറയുന്നത് റൗളത്ത് എന്ന് പറഞ്ഞാൽ പൂന്തോപ്പ് എന്നാണ്. റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകളിൽപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ നബിയുടെ പ്രസംഗം കേട്ട മജ്ലിസുൽ ഇൽമ് റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഈ ഇൽമിൻ്റെ മജ്ലിസ് ആ സ്വർഗത്തിൻ്റെ തോപ്പുകളിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആ നബിയുടെ പ്രസംഗം കേട്ട ആ സ്ഥലം, അവിടെ നമസ്കരിക്കുന്നത് ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ നിയന്ത്രണമാണ്. നേരത്തെ പെർമിറ്റ് എടുക്കണം അവിടെ കയറണമെങ്കിൽ. കഴിയുമെങ്കിൽ അവിടെ നമസ്കരിക്കുക, അതല്ലെങ്കിൽ പള്ളിയിൽ നമ്മൾ നമസ്കരിക്കുക, നബിക്ക് വേണ്ടി സലാത്തുകൾ ചെല്ലുക, അതാണ് ചെയ്യാറുള്ളത്. താണ്ട അവിടെ ആളുകൾ പോയി നിസ്കരിക്കാനും ആ മെഹ്റാബിൽ പോയി നിസ്കരിക്കാനും ഒക്കെ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് ഒരുപാട്. മനസ്സിലായി ആ സ്ഥലം? ഇതിന് മുമ്പിൽ പള്ളി സ്ഥലമുണ്ട്. ഇതിന് മുമ്പിലാണ് ഇമാമ നിൽക്കുന്നത്. മദീന പള്ളിയിൽ ഇമാമ നിൽക്കുന്നത് ഇതിന് മുമ്പിലാണ്. ഇത്രയും സ്ഥലം ആ ചുവരിൽ ഇങ്ങനെ പ്രത്യേകം ആ തൂണുകളിലൊക്കെ അടയാളപ്പെടുത്തിയ സ്ഥലമാണ് റൗദ. ഇതാണ് നബിയുടെ ഖബറുള്ള ഭാഗം. മനസ്സിലായില്ലേ? ഒരുപാട് കൺഫ്യൂഷനായിട്ട് അടയാളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, ആളുകൾ ഫിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയേ, മനസ്സിലായില്ലേ? സംശയാസ്പദമായ രീതിയിലാണ് ഉണ്ടാക്കിയത്. ശരി, എന്നാലും ആദ്യം കാണുന്ന ഒരു വലിയ വട്ടം നബിയുടെ ഖബറുള്ള ഭാഗവും അതിൻ്റെ അടുത്ത് രണ്ടെണ്ണം കാണുന്നത് അബൂബക്കർ സിദ്ദീഖിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും ഖബറിൻ്റെ അടയാളം. അപ്പോൾ ആളുകൾ ഓരോ വക്തും കഴിയുമ്പോൾ അവിടെ വലിയ തിരക്കാണ് കാര്യം. അതെ, നമ്മളെപ്പോഴെങ്കിലും അവിടെ പോകുമ്പോൾ സലാം പറഞ്ഞാൽ മതി. അല്ലാത്ത സന്ദർഭങ്ങളിൽ നിങ്ങൾ സലാത്ത് ചൊല്ലിയാൽ എവിടെ ഇരുന്ന് സലാത്ത് ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ അവിടെ തന്നെ ഇത് ഓരോ വക്കത്തിനും സിയാറത്താണ്. മനസ്സിലായി? എത്ര പറഞ്ഞാൽ എന്നിട്ട് അവിടെ പോയി കരയുക, വിളിക്കുക, പ്രാർത്ഥിക്കുക, ഈ ജോലികളാണ് അവിടെയുള്ള ആളുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞാലും കേൾക്കും. എന്നിട്ട് അതിൻ്റെ കുറച്ചൊരു അടുത്ത ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ്, ഒന്നും കാണാൻ നോക്കുക. 3 ചുവരുകൾക്കുള്ളിലാണ് നബിയുടെ ഖബറുള്ളത്. 3 ചുവരുകളുണ്ട്, ഒരിക്കലും കാണാൻ പറ്റൂല. ഖബർ കാണാൻ ഈ പറഞ്ഞ ഇതിലേക്ക് കൂടെ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. ആ ഖബർ അവിടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതെങ്ങനെ അംഗീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് മദീനയിലുള്ള ജന്നത്തുൽ ബഖീ. ഒരുപാട് സഹാബാക്കളെ അടക്കിയിട്ടുള്ള ഖബർ സ്ഥലമാണ്. നമ്മൾ അവിടെ സന്ദർശിക്കാം, ഖബറാളികൾക്ക് വേണ്ടി സലാം പറയാം. വേറെ ഒന്ന് അവിടെ ആളുകൾ കരയും വിളിക്കുകയും അവിടെ പോയി നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഭയങ്കര കാഴ്ചയാണ്. അങ്ങനെയൊന്നുമില്ല. ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന സ്ഥലം പ്രവാചകൻ പലപ്പോഴും പോയി ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആയിഷയിൽ നിന്ന് കാണാതെ പോയി. കൂടെ കിടന്ന നബിയെ കാണാനില്ല. നബി നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീലാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമുക്കവിടെ ഒരു അനുഭവമാണ്. അവിടെ കാണുമ്പോൾ ഇത്ര സഹാബത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരും. നമ്മൾ കരഞ്ഞു പോകും അവരെല്ലാം. പക്ഷെ അങ്ങനെ അവർക്ക് വേണ്ടി ഖബറാളികൾക്ക് വേണ്ടി ദുആ ഇല്ലാതെ വേറെ ഒരു അനുഷ്ഠാനം ചെയ്യൽ. എന്തായാലും ജന്നത്തുൽ ബഖീ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് മസ്ജിദുൽ ഖിബ്ലത്തൈനി. മദീനയിൽ തന്നെ കിബില മാറ്റം നടന്നൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഖിബ്ലത്തൈനി. അവിടെ പ്രത്യേകിച്ച് പുണ്യമൊന്നും പറഞ്ഞിട്ടില്ല, ചരിത്രപരമായ പ്രാധാന്യം. അവിടെ നമസ്കരിച്ചുകൊണ്ട് നിൽക്കവെയാണ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് കിബില മാറ്റമുണ്ടായി. ആ പള്ളി ഏതാണ്? അവിടെയും പോകാം, സന്ദർശിക്കാം, തഹിയ്യത്ത് നിസ്കരിക്കാം, ഒക്കെ ചെയ്യാം. ഉഹദ് മലയാണ് മദീനയ്ക്ക് അടുത്തുള്ള സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ് ഉഹദ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ തടവുക, തുടയ്ക്കുക, ബറക്കത്തെടുക്കുന്ന ജോലികളൊക്കെ അതൊന്നും സറയിലുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. സൗദി അവർ ആളുകൾ അവിടെയൊക്കെ ചെന്ന് അങ്ങനെയൊക്കെ ചെയ്യും, കരയാറുണ്ട്. മതിലിൻ്റെ പുറത്ത് പോയി കിടന്ന് കരയാറുണ്ട്. അസ്തബത്തു മക്കാൽ മുക്കറമ എന്നാണ് മക്കയിലെ ലൈബ്രറി എന്നാണ്. ഈ സ്ഥലത്താണ് നബിയെ ജനിച്ച വീട് ഉള്ളത്. പ്രാധാന്യം ശരി, അത് ആളുകൾക്ക് വേറെ ഒന്നും ആകാൻ ഒരു ലൈബ്രറി ആക്കി വെച്ചിരിക്കുകയാണ്. അവിടെയും പോയി നിസ്കരിക്കാൻ അവിടെ ഒന്നും ചെയ്യാനില്ല. ആളുകൾക്ക് എപ്പോഴും അങ്ങനെയും നബിയുടെ വീടാണ്, മനസ്സിലായി, ലൈബ്രറിയാണ്, അല്ലാതെ അവിടെ ഒന്നും ചെയ്യാനില്ല. സ്ഥലം അങ്ങനെയാണ്. അതുപോലെ അതിൻ്റെ അടുത്തുള്ള നമ്മൾ ഉംറ കഴിഞ്ഞ് മറുവയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ളൊരു സ്ഥലം കാണും. അവിടെയാണ് ടോയ്ലറ്റ് വെളിയിലുണ്ട്, മനസ്സിലായില്ലേ? ജന്നത്തുൽ മഅല്ലയിൽ പോകുന്ന സ്ഥലത്ത്. ആ സ്ഥലത്താണ് അബൂജഹലിൻ്റെ വീട് എന്നാണ് പറയപ്പെടുന്നത്. അവിടെയാണ് ടോയ്ലറ്റ് ഉണ്ടാക്കി. നബിയുടെ വീട് ഒരു ലൈബ്രറി ആക്കിയിരിക്കുന്നു. ഒരു അനുഷ്ഠാനവും ചെയ്യാനില്ല. നബി ആ വീട്ടിൽ നിന്നിറങ്ങി കഅബയിൽ ദാറുസ്സലാം, ബാബുസ്സലാം എന്ന് പറയുന്നതിലൂടെയാണ് നബി അകത്തോട്ട് കടന്നു വന്നിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ കയറുന്ന വഴിയാണ്. നമ്മൾ നേരെ അജിയാദിൽ ഫ്രണ്ടിൽ ചെന്നാൽ സൈഡിൽ കൂടെയാണ് നമ്മൾ ബാബുസ്സലാം ഉള്ളത്. കയറേണ്ടത് പറ്റുമെങ്കിൽ അതിലേക്ക് കയറാമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് കൂടിയും കയറാം.
ഇത് ജന്നത്തുൽ മഅല്ല, മക്കയിലുള്ള ശ്മശാനം. ഇങ്ങനെ നിരപ്പായി കിടക്കുകയാണ്. നിങ്ങൾ അവിടെ കണ്ട് നേരത്തെ ഉണ്ടല്ലോ ഓരോ കല്ലൊക്കെ വെച്ചിട്ട്, അല്ലാതെ ഒരുപാട് മീസാങ്കല്ലുകളും ഒന്നുമില്ല. ഒരു കല്ലൊക്കെ ഒരു അടയാളത്തിന് അവിടെ ഇവിടെ ഉണ്ട് എന്നല്ലാതെ ഇതിങ്ങനെ നിരപ്പായിട്ട് കിടക്കുകയാണ്. മനസ്സിലായില്ലേ? ഇവിടെയെല്ലാം കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ ഇങ്ങനെ അടക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്ഥലം തട്ടായിട്ട് പറയുന്നുണ്ട്. വലിയ വലിയ ആളുകൾ ഹജ്ജിന് പോയവരും അല്ലാത്തവരും ഒക്കെ അടക്കിയ സ്ഥലമാണ്. മക്ക എന്ന് പറയുന്നത് 4 വശത്തും പർവ്വതങ്ങളുള്ള സ്ഥലമാണ്. അവിടെ ഒരുപാട് പ്രത്യേകത, ഒരുപാട് ടണലുകളുണ്ട്. ചീറ്റാക നമ്മൾ മക്കയിൽ നിന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഒരുപാട് ടണലുകൾ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നതെല്ലാം ഗുഹകളിൽ കൂടിയാണ് ആ യാത്ര. മക്കയിൽ കാണേണ്ട ഒരു കാര്യം. തൻഈം, മസ്ജിദ് ആയിഷ, മസ്ജിദുൽ ഉംറ, മസ്ജിദ് തൻഈം, ഈ പള്ളിയാണിത്. ഈ പള്ളിയാണ് ആളുകൾ ലോക്കൽ ഉംറയ്ക്ക് പോകുന്ന പള്ളി. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ വന്നത് അതുകൊണ്ടാണ്. ആയിഷ റളിയല്ലാഹു പ്രത്യേകമായി കിട്ടിയ ഒരു അനുവാദമാണ്. ഉംറയ്ക്ക് എല്ലാവരോടൊപ്പം നബിയോടൊപ്പം വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആർത്തവകാരിയായി പോയതുകൊണ്ട് അന്ന് ഉംറ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ കഴിച്ചുകൂട്ടി. പിന്നീട് എല്ലാവരും ഉംറ ചെയ്തല്ലോ, നബിയെ എനിക്ക് ഉംറ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ സഹോദരൻ അബ്ദുറഹ്മാനെയും കൂട്ടി തൻഈമിൽ പോയി നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ച് വരാൻ പറഞ്ഞു. ഇഹ്റാമിൽ പ്രവേശിച്ച് വന്നു. അവർ ഇഹ്റാം ചെയ്യുകയും ഉംറ ചെയ്യുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ഇഹ്റാം ചെയ്ത് വന്ന് ഉംറ നിർവഹിച്ചിട്ടില്ല, സഹോദരൻ. ആയിഷ റളിയല്ലാഹു അൻഹ പ്രത്യേകം. അതുകൊണ്ടാണ് അത് ആയിഷ പള്ളിയിൽ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ അധികവും ഈ യാത്രയിൽ ഞാൻ ഇത്ര ഉംറ ചെയ്തു എന്ന് പറയാനാണ് നിൽക്കുന്നത്. മനസ്സിലായി? കാലത്തും വൈകിട്ടും വണ്ടി കയറും, അവിടെ ഇറങ്ങും, ഇവിടെ വരും. അങ്ങനെ അത് പുണ്യമാക്കിയിട്ടില്ല. അത് ഏതുപോലെയാണ് എന്ന് ചോദിച്ചാൽ, തഹിയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങും, പിന്നെ കയറും തഹിയ്യത്ത് നിസ്കരിക്കും, പിന്നെ പുറത്തിറങ്ങും തഹിയ്യത്ത് നിസ്കരിക്കും. ശരി, പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാം. അതിന് എന്ത് ചെയ്യുക? ഇപ്പം കയറി 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചു, പിന്നെ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണം, പിന്നെ വീണ്ടും പള്ളിക്കകത്ത് കയറണം, അപ്പോൾ വീണ്ടും 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാം. അതുപോലെ ഒരു മസലയാണ്. മനസ്സിലായി? ഒരു പക്ഷേ നമ്മൾ മീഖാത്തിൻ്റെ പരിധിക്ക് പുറത്ത് യാത്ര ചെയ്ത് സൗദി അറേബ്യയിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് പോയിട്ട് വരികയാണ് എങ്കിൽ അപ്പോൾ സൗകര്യപ്പെട്ടാൽ നമ്മൾ മദീനയിൽ നിന്ന് വരുന്നത് പോലെ ഒരു യാത്രയിൽ ഒരു ഉംറ, അല്ലാത്തപ്പോൾ തത്തവു ആയിട്ടുള്ള തവാഫ് ചെയ്യുക. ഹറം പള്ളിയിൽ കയറുമ്പോഴൊക്കെ നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്ന സമയത്തെല്ലാം തവാഫ് ചെയ്ത് തവാഫിനെ നിസ്കരിച്ചിരിക്കുക, അത് മതി. ഉംറ എന്ന് പറയുന്നത് ഇങ്ങനെ പാപ്പാക്കും ഉമ്മാക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർക്ക് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് ഇതാണ് ആയിഷ പള്ളി. ആളുകൾ അവിടെ ധാരാളമായി പോകുന്നത് കാണാം. ഈ പള്ളിയിൽ നമുക്ക് ഹജ്ജും ഉംറയും യാത്രയുമായി ബന്ധം ഒന്നുമല്ല, ചരിത്രപരമായ ഒരു പ്രധാനപ്പെട്ട സ്ഥലം. ശരി, ഹിറാ ഗുഹയുള്ള മലയാണ് ജബലുൻ നൂർ എന്ന് പറയുന്നത്. ഇവിടെ അടുത്താണ് മല, ഇങ്ങനെ കാണാം. ഇതാണ് ഹിറാ ഗുഹ എന്ന് പറയുന്ന ഗുഹ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതേക്കാളുള്ള ഒരുപാട് എഴുതിയൊക്കെ വരച്ച് ചോദിച്ചിട്ട് ചിലർ പോയി നിസ്കരിക്കുന്ന കാണാം. അത് നമ്മളൊന്ന് പോയി താഴെ നിന്ന് കാണണം, അതിൻ്റെ അടിവാരത്ത് നിന്ന് കാണണം. എത്രമാത്രം ഉയരത്തിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാരം കൊണ്ട് കൊടുത്ത് എന്ത് ബുദ്ധിമുട്ടി കയറിയിട്ടുണ്ടോ. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മലയിലൊക്കെ കയറി പോകണം. ചരിത്രപരമായ പ്രാധാന്യമല്ലാതെ ഒരു അനുഷ്ഠാനവുമില്ല, നമുക്ക് കാണാം എന്ന് മാത്രമേ. ഹിറാ ഗുഹയിൽ അവിടെ ആളുകൾ പോയി നിസ്കരിക്കുന്നത് കാണാം, ആ ഗുഹയ്ക്കകത്ത് കയറിയേക്കാം. അങ്ങനെയൊന്നുമില്ല.